നമസ്കാരം. വയനാട് മേപ്പാടിയിൽ നിന്ന് ഒരു കാഴ്ച കണ്ടു. അവിടെ ഇന്ന് പണിമുടക്കോ എന്തോ സമരമോ ഒക്കെയാണത്രേ. അതിന്റെ കാരണം വന്യമൃഗശല്യം നമുക്കറിയാലോ. വന്യമൃഗശല്യം വലിയ ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അനുഭവപ്പെട്ടു വരുന്നത്. ദിവസം ഒന്നും രണ്ടും പേര് എങ്ങനെയും അപകടത്തിൽപ്പെടുന്നുണ്ട്. അതൊരു വലിയ അപകടം തന്നെയാണ്. സത്യത്തിൽ ഇത്രയും വലിയ ഒരു വന്യജീവി അക്രമം നാട്ടിൽ നടന്നിട്ടും നിരവധി ആൾക്കാർ ദിവസം പ്രതി കൊല്ലപ്പെട്ടിട്ടും ഈ സർക്കാർ മേലോട്ട് നോക്കി കോട്ടാവിയിട്ട് കുത്തിയിരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ വെറുപ്പ് തോന്നിപ്പോവാണ് നമ്മുടെ ഭരണാധികാരികൾ. എല്ലാത്തിനെയും കൂടെ എടുത്ത് നമ്മൾ മുമ്പ് പറയില്ല, എടുത്ത് കിണറ്റിലിടാൻ തോന്നിപ്പോവാണ്. കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. വന്യമൃഗങ്ങളുടെ എണ്ണം അത് ആനയായാലും കടുവയായാലും പന്നിയായാലും കാട്ടിൽ അധികരിച്ചു എന്നതാണ് വസ്തുത. അത് ആർക്കും തർക്കം വേണ്ട. അധികരിച്ചു. ഇനി വരും ദിവസങ്ങളിൽ വരും വർഷങ്ങളിൽ അത് വളരെ അധികം വർദ്ധിക്കും. ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. ഇപ്പം നമുക്ക് കുറച്ചൊക്കെ നിയന്ത്രിക്കാം. അപ്പോൾ അതാണ് അതിന്റെ വസ്തുത. അതിന് വയനാട്ടിൽ ഇങ്ങനെ സമരം നടത്തിയിട്ടോ ഈ വഴിതടയൽ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി സമരം നടത്തിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അതൊക്കെ മറ്റെന്തെങ്കിലും ആവശ്യം നടക്കുള്ളൂ. അവിടെ കുറെ കാക്കിയിട്ട കുറച്ചു പേര് മേലോട്ട് നോക്കി കൊട്ടാവിട്ട് നിൽക്കുന്നുണ്ട്. എന്തിനാണ് ഇവരെയൊക്കെ യൂണിഫോം ഇട്ടൊക്കെയാണെന്ന് അറിയാൻ വയ്യ. അവിടെ സമരമുണ്ട്, വഴി തടഞ്ഞ് സമരമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ട് യുവാക്കൾ തൊഴിലിന് പോകുന്നുണ്ട്. അവർ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവരോട് കയർക്കുക, അവിടെ നാട്ടുകാർ കയർക്കുക, അവരുടെ ചാവി ഊരുക. ഇതൊക്കെ കണ്ടു. 24 ന്യൂസിലാണ് ഈ കണ്ടത്. ദൃശ്യം ഞാനിവിടെ കാണിക്കുന്നില്ല. 24 ദൃശ്യം ഞാൻ അതിൽ കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ റിപ്പോർട്ട് അടിക്കുന്ന ഒരു പരിപാടി വരും. അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവർക്ക് സമരം നടത്താൻ അവകാശമുണ്ടെങ്കിൽ ഇയാൾക്ക് സഞ്ചരിക്കാൻ അവകാശമുണ്ട്. ഇയാള് അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോകാതെ അവിടെ നിന്നത് കൊണ്ടോ ഇവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമരം നടത്തിയത് കൊണ്ടോ മൃഗങ്ങളൊന്നും ഇറങ്ങാതിരിക്കാൻ പോകുന്നില്ല. ഈ സമരം നടത്തിയവർ കോന്തന്മാരാണെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. വെറും കോന്തന്മാർ. അത് അവിടെ കുറെ കാക്കിയിട്ട ആൾക്കാർ ഇരിക്കുന്നത്, അത് അതിലേറെ കോന്തന്മാർ. ഇതിങ്ങനെ പറയേണ്ടി വരുന്നത് സത്യത്തിൽ എന്തിനാണ് ഇവർ സമരം നടത്തുന്നത്? ഈ വയനാട്ടിലെ ഈ വന്യമൃഗ അക്രമത്തിൽ കൊല്ലപ്പെടുന്ന, പരിക്കേൽക്കുന്ന, കൃഷിനാശം സംഭവിക്കുന്ന ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാണ്. അതിന് ആരെ തടയേണ്ടത്? ഇങ്ങനെ അഷ്ടിക്ക് വകതേടി പോകുന്ന സാധാരണക്കാർ, അവരെയാണോ നിങ്ങൾ തടയേണ്ടത്? അവരെ തടഞ്ഞിട്ടിട്ട് അവരുള്ള പച്ചരി കൂടെ മുടക്കുമ്പോഴാണോ ഇതൊക്കെ നടപ്പിലാകുന്നത്? നിങ്ങൾ തടയേണ്ടത്, നിങ്ങൾ ജയിപ്പിച്ചിട്ടൊരു MLA ഉണ്ട്. അവിടെ ഒരു MLA ഉണ്ട്. ഏത് പാർട്ടിയാണെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് ആവാൻ സാധ്യതയുണ്ട്. അതേപോലെ ഒരു MP ഉണ്ട്. കേന്ദ്ര നിയമം, വനനിയമം മാറണമല്ലോ. ഇവർ സംസ്ഥാന നിയമസഭയിലും അതേപോലെ കേന്ദ്ര സഭയിലും സംസാരിക്കണം, ലോക്സഭയിലും സംസാരിക്കണം. അതിനാണ് മറ്റൊരാളെ തെരഞ്ഞെടുത്തേക്കുന്നത്. പുറത്തിറങ്ങാൻ അയക്കരുത് രണ്ടെണ്ണത്തിന്. നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ സമരം നടത്തുന്ന അവരുടെ മുന്നിൽ നടത്തുക. ഇവിടെ എന്നെയും നിങ്ങളെ സംരക്ഷിച്ചോളാം, ഈ സംസ്ഥാനത്ത് മുഴുവൻ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണത്തിലേറിയ കുറെ മന്ത്രിമാരും മറ്റുള്ളവരുമുണ്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ. സഖാവ് പിണറായി വിജയനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ കാര്യങ്ങൾ വ്യക്തമായി കാണിച്ചു കൊടുക്കാൻ വേണ്ടി VD സതീശനും രമേശ് ചെന്നിത്തലയും അടങ്ങുന്ന ഒരു പ്രതിപക്ഷ നിരയുമുണ്ട്. ഈ പറഞ്ഞ ആൾക്കാർ നിങ്ങൾക്ക് തടയാൻ പറ്റുമോ? നിങ്ങൾ അവരെയൊക്കെയാണ് തടയേണ്ടത്. മുഖ്യമന്ത്രി അടക്കം നിങ്ങൾ തടയുക, വഴിതടയുക. എന്നിട്ട് നിങ്ങൾ അവരോട് പറയാം, ഇത് വഴിതടയൽ സമരമാണ്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്നതൊക്കെയാണ്, നിങ്ങളത് പരിഹരിച്ചു തരാൻ ബാധ്യതയുള്ളവരാണ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് അത് പരിഹരിച്ചു തരണം എന്ന് നിങ്ങൾ അവരോട് പറയാം. അതിനുള്ള ആംബിയർ ഉണ്ടോ നിങ്ങൾക്ക്? അതിന് നിങ്ങൾക്ക് ആംബിയർ ഇല്ല. എന്തിനും നിങ്ങളുടെ MLA പോലും നിങ്ങൾക്ക് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. ഈ കഴിവില്ലാത്ത ഈ ആൾക്കാർ, ഞാൻ വയനാടിനെ വില കുറച്ച് കാണിക്കുകയല്ല പറയുന്നത്, ആ വഴിതടയിൽ അത്രയും കൊണ്ട് സൂചിച്ചിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാ. നമുക്കുള്ള അഭിപ്രായം നമ്മൾ തന്നെ പറയണമല്ലോ. ഒരു സമരം നടത്തുമ്പോൾ എല്ലാവരും കടകൾ അങ്ങോട്ട് അടച്ച് ഹർത്താലും ആചരിച്ച് വണ്ടി ഓടാതിരുന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാകാറുണ്ടോ? ഇന്ന് വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിൽ ഹർത്താലോ ബന്ധോ തീവെപ്പോ കൊള്ളുവെപ്പോ ഇത്തരത്തിലുള്ള സമരമോ നടത്തിയിട്ട് ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? വയനാട്ടിൽ ഇതിനു മുമ്പും ഹർത്താൽ നടന്നല്ലോ, ഇതിനു മുമ്പും അവിടെ സമരം നടന്നല്ലോ. എന്നിട്ട് വല്ലതും നടന്നോ? ഇല്ല. അന്നും ആന ചവിട്ടി പേരിന് വേണ്ടി ഒരാൾ മരണപ്പെട്ട ഒരു ബഹളം വെച്ചു, അത് അതുപോലെ പോയി. ഇന്നും അത് തന്നെ. അതായത് ഈ നാടകം, അതായത് ഈ സമരം എന്ന് പറയുന്നത് പക്കാ നാടകമാണ്, ഉടായ്പാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് ഉടായ്പാണ്. ചിലർക്കൊക്കെ ഞങ്ങളാണ് ഇവിടുത്തെ ആൾക്കാർ, ഞങ്ങൾ സമരം ചെയ്യും എന്ന് കാണിക്കും, ഞങ്ങൾ നാട്ടുകാർക്ക് കൂടെയാണ്, നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെറും ഉടായ്പാണ്. അല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ സമരം കൊണ്ട് റിസൾട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് അംഗീകരിക്കാം. ഒരു കാര്യമില്ല. നിങ്ങൾ സമരം നടത്തേണ്ടത് ഈ പാവപ്പെട്ട ജനങ്ങളുടെ മേലും അതുവഴി സഞ്ചരിക്കുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചു അല്ല.
നിങ്ങൾ സമരം നടത്തേണ്ടത് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കാം എന്ന് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ടിട്ടുള്ള നിങ്ങളുടെ ജനപ്രതിനിധികളോടാണ്. അവരത് ചെയ്യാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങേണ്ടി വരുന്നത്, അല്ലേ? അവരത് ചെയ്യണം, അവരെ കൊണ്ട് ചെയ്യിക്കണം. അതിനാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ രാജിച്ചിറങ്ങി പോടാന്ന് പറയണം, അല്ലെങ്കിൽ രാജിച്ചിറങ്ങി പോടി എന്ന് പറയണം. അല്ലാതെ സാറേ എന്ന് ഇങ്ങനെ ഓച്ചാലിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഉണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു കാര്യമില്ല. ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല. എൻ്റെ അഭിപ്രായമാണല്ലോ ഞാൻ പറയേണ്ടത്. ഇന്ന് നടത്തുന്ന ഈ സമരം നിങ്ങൾ പ്രതിഷേധമാണ്, ആയിക്കോട്ടെ, നല്ലത്. ആരും ആയിക്കോട്ടെ, നിങ്ങൾ പ്രതിഷേധം നടത്തിക്കോളൂ. ഏത് പാർട്ടിയാണെന്ന് എനിക്കറിയില്ല, ആരായാലും നല്ലത്. പക്ഷെ അതിന്റെ പേരിൽ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്നവരെ തടയരുത്. അത് തെമ്മാടിത്തരമാണെന്നാണ് പറയുന്നത്. സമരം എന്ന് വിളിക്കാൻ പോലും തെമ്മാടിത്തരമെന്നാണ്. അതിലേറെ വലിയ തെമ്മാടിത്തരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് കുറെ കാക്കിയിട്ട കുറെ ഏമാനത്തികളും അവിടെ നിൽക്കുന്നത് കണ്ടു ആ വാർത്തയിൽ. നീ പോണ്ട, ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമര. ബൈക്ക് യാത്രികനും ഹർത്താൽ അനുകൂലികളും തമ്മിൽ തർക്കം. അതാണ് ഞാൻ കണ്ട വീഡിയോ. 24-ൽ കുറച്ച് നേരത്തെ ഇട്ട വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ടാണ്. നിങ്ങൾ വഴിമുടക്കുന്നെങ്കിൽ വഴിമുടക്കിക്കോളൂ, പക്ഷെ സഞ്ചരിക്കേണ്ടവരെ നിങ്ങൾ മുടക്കാൻ പാടില്ല എന്ന് പറയേണ്ടവരാണ്. അത്തരത്തിൽ പറയുന്നതിന് പകരം കൈയും കെട്ടി നോക്കി നിന്നിരിക്കുന്നു. അവർക്ക് സമരം നടത്താൻ അവകാശമുള്ളത് പോലെ തന്നെ അവർ സമരം നടത്തിക്കോട്ടെ, പ്രതിഷേധിച്ചോട്ടെ. അവർ ഗവൺമെന്റിനെ അറിയിക്കാൻ വേണ്ടി പ്രതിഷേധിക്കട്ടെ. പക്ഷെ അതിന് ഈ ജോലി ചെയ്യാൻ പോകുന്നവനെ, വഴിയെ നടക്കുന്നവനെ വഴി തടഞ്ഞിട്ട് വേണം. അങ്ങനെ വഴി തടഞ്ഞിട്ട് സമരം നടത്തിയിട്ട് എന്ത് കാര്യമുള്ളത്? ഒരു വിജയം വേണം. ഇവിടെ ഒരു വഴിപോക്കനെ, ഒരു ജോലിക്ക് പോകുന്ന ഒരാളെ, അങ്ങനെയുള്ള ആരെങ്കിലും ഒന്ന് വഴി തടഞ്ഞിടുമ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രിയും വനമന്ത്രിയും ഒക്കെ ഇറങ്ങി വന്ന് ഒരുപക്ഷെ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം അങ്ങനെ കരുതുന്നുണ്ടാവും. അതൊക്കെ വ്യാമോഹമാണ്, നടക്കില്ല. അങ്ങനെ എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നമ്മുടെ ജനപ്രതിനിധികളുണ്ടല്ലോ, അവറ്റകൾക്ക് വീടിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരണം. എന്ന് പറഞ്ഞാൽ അവരെ ആക്രമിക്കണമെന്നോ അവരെ അപായപ്പെടുത്തണമെന്നോ അവരുടെ വസ്തുവകകൾ കേടുവരുത്തണമെന്നോ അല്ല. ഈ ബുദ്ധിമുട്ടുകൾ അവരും അറിയണം. ഇത് അവരൊന്നും അറിയുന്നില്ല. അവരൊക്കെ എ സിയിൽ കുത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ കാറിന് എ സിയാ, പോലീസ് അകമ്പടിയുണ്ട്, അവർക്ക് ഒന്നൊന്നുമില്ല. അവർ പോകുന്നിടത്തൊക്കെ അവർക്ക് സംരക്ഷണമുണ്ട്. ഈ സംരക്ഷണമൊന്നും ഇല്ലാതെ അവർ ജീവിക്കണം. നിങ്ങൾ ഈ പറയുന്ന ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വീടുണ്ടാക്കണം. ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടല്ലാതെ കൊടുക്കണം. MLA അല്ലെങ്കിൽ മന്ത്രിയെ തൂക്കിയെടുത്ത് കൊണ്ടുവന്ന് 1 മാസം അവിടെ പാർപ്പിക്കണം. അവർ പാർക്കട്ടെ, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും അവിടെ പാർക്കട്ടെ. എത്ര മനസമാധാനം ഉണ്ടെന്ന് അറിയാലോ. നിന്നേ പറ്റുള്ളൂ എന്ന് പറയണം. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ മാത്രമേ നടക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ മര്യാദയ്ക്ക്, ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് തന്നത് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങളുടെ പ്രതിനിധിയായി നിങ്ങളോടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരോട് പ്രതിഷേധിക്കുക, അവരെ ഉപരോധിക്കുക, അവർ പോകുന്ന വഴി തടസ്സപ്പെടുത്തുക. അപ്പോഴല്ലേ അവർക്കിത് ബോധ്യമാവുള്ളൂ. ജനങ്ങൾക്ക് ഇത്രയധികം പ്രതിഷേധമുണ്ട്, ജനങ്ങൾ ഇത്രയധികം വിഷമം അനുഭവിക്കുന്നുണ്ട്, അവരുടെ സങ്കടം ഇത്രയുണ്ട്, അവരുടെ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ആവശ്യമുണ്ട്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ടെന്ന് അവർക്ക് അപ്പോഴല്ലേ ബോധ്യപ്പെടുള്ളൂ. ഇത് ദിവസക്കൂലിക്ക് പോകുന്നവരെ തടഞ്ഞു നിർത്തി വഴി തടസ്സപ്പെടുത്തിയിട്ട് എന്ത് നേടാനാ? Different angles. Don't forget to subscribe and support this channel.